വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. DLED കോഴ്സുമായി ബന്ധപ്പെട്ട് 2025-26 അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും DLED കോഴ്സിൻ്റെ അപ്ലിക്കേഷൻ ടൈം, അതേപോലെ തന്നെ കോളേജ് ഡീറ്റെയിൽസ്, അതേപോലെ അഡ്മിഷൻ സാധ്യത, കൂടാതെ DLED കോഴ്സിൻ്റെ നിലവിലത്തെ സാധ്യതകൾ, അതായത് കോഴ്സിൻ്റെ സ്കോപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ DLED കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ പല വീഡിയോകളും, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പല കോഴ്സുകളുടെയും, BEd ഉൾപ്പെടെയുള്ള പല കോഴ്സുകളുടെയും അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സാധ്യതകളും നേരത്തെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും പല വിദ്യാർത്ഥികളും അഡ്മിഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചതുകൊണ്ട് വിശദമായൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ ബാക്കിയുള്ള പ്രൊസീജിയറിലോട്ട് നീങ്ങുക. നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് DLED കോഴ്സിൻ്റെ സാധ്യതകൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ ഈ കോഴ്സിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അതായത് മിനിമം ക്വാളിഫിക്കേഷൻ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ +2 നിലവിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. പക്ഷേ ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ സാധ്യതകൾ പല മേഖലകളിൽ നിന്നും, അതായത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ പോളിസിയുടെ, അതായത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ടീച്ചിങ് മേഖല, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ടീച്ചിങ് മേഖലയിലും കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് DLED കോഴ്സിൻ്റെ പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നിന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും അഡ്മിഷൻ വിളിക്കുമോ എന്നുള്ള പല ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് നേരത്തെ നമ്മൾ ITEPയുടെ ഭാഗത്തു നിന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഒന്നുകൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജസ്റ്റ് നോൺ നമുക്ക് കോഴ്സിൻ്റെ മറ്റു ആപ്ലിക്കേഷൻ ടൈം ഉൾപ്പെട്ട കാര്യത്തിലോട്ട് പോകാം. അതായത് മനസ്സിലാക്കി വെക്കേണ്ടത് LP UP നിലവിൽ ടീച്ചറായിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യത DLED മാത്രമായിരുന്നു. അത് TTC കോഴ്സ് ഉണ്ടായാൽ മാത്രം, അല്ലെങ്കിൽ TTC കോഴ്സ് ഉണ്ടായാൽ മാത്രം LPയിലും അതേപോലെ UPയിൽ BEdും അതേപോലെ TTC ഉള്ളവർക്കും പഠിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, അതായത് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ITEP എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അത് 4 വർഷത്തെ BEd കോഴ്സ് നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും DLED കോഴ്സിൻ്റെ പ്രാധാന്യം അവിടെ അവസാനിക്കുകയും തുടർന്ന് അങ്ങോട്ട് എല്ലാ ടീച്ചിങ് മേഖലയിലും ഈ പറയുന്ന ITEP എന്ന് പറയുന്ന 4 വർഷത്തെ BEd പ്രോഗ്രാം എന്നൊരു സിസ്റ്റത്തിലോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റേറ്റിലും ഈ ഒരു നിയമം വരാനുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടന്നു വരുന്നുണ്ടെങ്കിലും ഇതൊന്നും എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിലൊക്കെ കൃത്യമായിട്ട് മാറ്റം വരുത്തുക എന്നതൊക്കെ വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട്, അതായത് ഏകദേശം നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2030 എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റ് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ITEP കഴിഞ്ഞ ഈ ഒരു അക്കാഡമിക് ഇയറിലും നിലവിൽ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ അപേക്ഷ ടൈമൊക്കെ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു, അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൃത്യമായിട്ട് സാധാരണ രീതിയിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയർ ഉള്ളതുപോലെ തന്നെ BEd കോഴ്സ് ആണെങ്കിൽ 2 വർഷത്തെ BEd കോഴ്സ്, അതേപോലെ തന്നെ DLED കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാത്രമല്ല ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് DLED കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജാണ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കോളേജുകൾ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഈ ഒരു കോളേജുകളിൽ കോഴ്സ് എടുത്ത് മാറ്റി ITEP ഇല്ലാതെ കോഴ്സ് എടുത്ത് മാറ്റുക എന്നുള്ളതൊക്കെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഗവൺമെൻറ്റിൽ വളരെ റിസ്ക്കുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്സ് പ്രകാരം BEd അതേപോലെ തന്നെ TTC കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് കൂടി കൃത്യമായിട്ടുള്ള പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗത്ത് നടന്നു വരികയാണ്. അതിൽ ഡയറ്റ് അധ്യാപകരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് TTC കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിൽ ടീച്ചേഴ്സിനെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് DLED കോഴ്സ് ഈ ഒരു അക്കാഡമിക് ഇയറിലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒറ്റയടിക്ക് ഈ ഒരു കോഴ്സിൻ്റെ സാധ്യത അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ DLED കോഴ്സ് എത്ര വർഷം ഇവിടെ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നു അത്രയും വർഷം വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ചെയ്യുവാൻ, അതിനുള്ളിൽ വിദ്യാർത്ഥികൾ സർവീസിൽ, അത് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡ് ഉൾപ്പെടെയുള്ള സർവീസിലോട്ട് കയറുകയും ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കോഴ്സ് തന്നെയാണ് DLED എന്നുള്ളത് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ സാധ്യതകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കരിയർ വെയിൻ്റെ കീഴിലുള്ള പേഴ്സണൽ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. പേഴ്സണലായിട്ട് അതായത് ഇതിൻ്റെ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൾ വഴിയല്ല, വാട്സപ്പ് വഴി നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയക്കുക. അതായത് DLED കോഴ്സ് ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങളുടെ
പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ എബിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ കൗൺസിലിംഗ് ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളത് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇനി DLED കോഴ്സിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതായത് ഏകദേശം നിലവിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും ആ കോഴ്സ് നമ്മുടെ ജോബ് സാധ്യത നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഏതൊരു കോഴ്സിലോട്ട് നമ്മൾ പോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ DLED എന്ന് പറയുമ്പോൾ ടീച്ചിങ് മേഖല LP UP ആണെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നേരത്തെ തന്നെ PSC വിളിച്ചു. അതായത് 2024 ആ ഒരു PSCയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് LP UP PSC കൃത്യമായിട്ടുള്ള അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉൾപ്പെടെ ഏകദേശം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളൊക്കെ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഘട്ടത്തിൽ എപ്പോഴാണ് കേരള PSC LP അല്ലെങ്കിൽ UP വിളിക്കുക എന്ന് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കിക്കുന്നത് 2028 അല്ലെങ്കിൽ 29 ഈ ഒരു കാലയളവിലാണ് ഇനി അടുത്തൊരു PSC വിളിക്കാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈം വെച്ചുകൊണ്ട് ഇപ്പോൾ 2025-27 വർഷത്തിൽ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വർഷത്തെ ഗ്യാപ്പിൽ കൃത്യമായിട്ടുള്ളൊരു PSC കൂടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ട് കോഴ്സ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു DLED കോഴ്സ് കൊണ്ട് ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ നേട്ടങ്ങളുണ്ട് എന്നുള്ളത് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ ഫ്യൂച്ചർ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ഇങ്ങോട്ട് പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ വരുന്ന സ്ഥിതിക്ക് കൃത്യമായിട്ട് ഒരു ഏറ്റവും ഹൈ ലെവൽ ഒരു ടീച്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ +2കാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഡിഗ്രി ചെയ്യുക, അതിനുശേഷം നിങ്ങൾ BEd ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് PG ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുക, PG ചെയ്യുക, പിന്നെ നിങ്ങൾ BEd ചെയ്യുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ITP നിലവിൽ നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണുള്ളത്. അപ്പോൾ അത് പരിമിതമായ സീറ്റ് നേരത്തെ അവസാനിച്ചു. പിന്നെ ഈ ഒരു അക്കാഡമിക്കൽ ഇനി അത് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അടുത്ത അക്കാഡമിക്ക് മാത്രമാണ് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് DLED കോഴ്സിൻ്റെ മറ്റു അപ്ലിക്കേഷൻ ടൈമിൻ്റെ പ്രൊസീജിയർ നോക്കാം. അപ്ലിക്കേഷൻ ടൈം എന്ന് പറയുമ്പോൾ DLED കോഴ്സ് പൂർണ്ണമായിട്ടും ഇതുവരെ കഴിഞ്ഞ എല്ലാ അക്കാഡമിക് ഇയറിലും ഓഫ്ലൈൻ ആയിട്ടാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ഏറ്റവും പഴയ സിസ്റ്റത്തിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ജസ്റ്റ് നമ്മുടെ പെന്ന് കൊണ്ട് ജസ്റ്റ് നോർമലായിട്ട് നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു അപേക്ഷ രീതിയാണ്. അത് പോസ്റ്റൽ വഴി നിങ്ങൾ ബാങ്കിൻ്റെ DD എടുത്തുകൊണ്ട് ജസ്റ്റ് പോസ്റ്റ് വഴി അയച്ചു കൊടുത്ത് അതിനുശേഷം അതായത് DD ഓഫീസിൽ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാ ആപ്ലിക്കൻസിൻ്റെയും അതായത് ഓരോ ജില്ലയിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ജില്ലയിൽ ഒരു അപേക്ഷയാണ്. അത് ഏത് ജില്ലയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ജില്ലയിൽ മാത്രമാണ് അപേക്ഷ കൊടുക്കുവാനും പാടുള്ളൂ. അത്തരത്തിൽ അപേക്ഷകളൊക്കെ നിങ്ങളൊരു DD ഓഫീസിൽ അയച്ച് നിങ്ങളുടെ എവിടെയാണ് ജില്ല ആ ജില്ലയിലെ DD ഓഫീസിൽ അയച്ചു കൊടുത്ത് DD ഓഫീസിൽ നിന്ന് എല്ലാ കാര്യം പരിശോധിച്ച് PSCക്ക് അയച്ചു കൊടുത്ത് PSC അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റ് വീണ്ടും അതത് ജില്ലയിൽ DD ഓഫീസിൽ അയച്ചു കൊടുത്ത് DD ഓഫീസിൻ്റെ കീഴിൽ ഇൻ്റർവ്യൂ വെച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സെലക്ട് ചെയ്തിട്ടുള്ള സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ കാർഡ് ഡയറക്റ്റ് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുത്ത് അന്നേ ദിവസം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സ് അതായത് SSLC അതേപോലെ തന്നെ +2 അതേപോലെ തന്നെ നോൺ ക്രിമിനൽ OBC അല്ലെങ്കിൽ SC/STയുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സുകളും എടുത്തുകൊണ്ട് നേരിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് DLED കോഴ്സിൻ്റെത്. അപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലൊക്കെ അത് ഓൺലൈൻ സിസ്റ്റത്തിലൂടെ മാറ്റണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് സാധിച്ചിട്ടില്ല. അത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള education.kerala.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ അക്കാഡമിക് ഇയറിലൂടെ DLED കോഴ്സ് പ്രശ്നമില്ലാത്ത രീതിയിൽ അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ അത് ഓഫ്ലൈൻ ആണോ അല്ലെങ്കിൽ ഓൺലൈൻ ആണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇതുവരെ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. എന്തായാലും കോഴ്സിൻ്റെ സാധ്യതകൾ തന്നെ ഈ ഒരു രീതിയിലായതുകൊണ്ട് നമുക്കതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ്. ഇനി അതേപോലെ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ DLED കോഴ്സ് അതേപോലെ BEd കോഴ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കും വളരെ കൃത്യമായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത ചാനലാണ് നമ്മുടെ ഈ ഒരു കരുവിൻ്റെ ഒഫീഷ്യലായിട്ട് യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പരമാവധി നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. ഇനി രണ്ടാമത് നമുക്ക് നോക്കേണ്ടത് കോളേജ് ഡീറ്റെയിൽസ് എന്ന് പറയും. സ്വാഭാവികമായിട്ടും എത്ര കോളേജുകളാണ് ഏതൊക്കെയാണ് കോളേജുകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും ഇത്രയും സ്ഥാപനം ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ്. സ്വാഭാവികമായിട്ടും മാർക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം സയൻസ് വിഭാഗത്തിൽ 40%, കൊമേഴ്സ് വിഭാഗത്തിന് 40%, ഓക്കെ അതേപോലെ ഹ്യൂമാനിറ്റീസ് ഈ രീതിയിൽ 40-40-20 എന്നിങ്ങനെ കാറ്റഗറി ചെയ്തിട്ടാണ് ഇത് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സയൻസ് സ്ട്രീമിലുള്ളവർക്ക് ഇത്ര ശതമാനം, കൊമേഴ്സ് അതേപോലെ ഹ്യൂമാനിറ്റീസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ബേസ് ചെയ്തുകൊണ്ട് ഓരോ കോളേജിലും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ അക്കാഡമിക് ഇയർ നോക്കുകയാണെങ്കിൽ ഒരു 90-95 എബോവ് ഒക്കെയാണ് നോർമലി കിട്ടിയിട്ടുള്ളത്. ഇനി അത് ചില ജില്ലകളിലൊക്കെ അവസാന ഘട്ടത്തിൽ അതായത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പല കോഴ്സുകളും പിന്നീട് പോകും. അതായത് മെഡിക്കൽ മേഖല അല്ലെങ്കിൽ മറ്റു മേഖലയിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നവരൊക്കെ ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കും. പിന്നീട് അവർ അവരുടെ യഥാർത്ഥ കോഴ്സിലോട്ട് പോകുന്ന സമയത്ത് വേക്കൻസി വരാറുണ്ട്. ആ സമയത്തൊക്കെ മാർക്ക് കുറഞ്ഞ ഒരു 80-85 ഉള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നോർമൽ ഒരു 90 അതൊക്കെ എബോവ് ഉള്ളവർക്ക് നോർമലി ഫസ്റ്റ് ടൈമിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രൊസീജിയർ ഉള്ളത്.
ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി അതേപോലെ അഡ്മിഷൻ സാധ്യത എന്ന് പറയുമ്പോൾ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. അതായത് മാക്സിമം ഏജ് ലിമിറ്റ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 33 വയസ്സ് വരെയാണ്. അതിൽ തന്നെ സ്വാഭാവികമായിട്ടും ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ SC ST വിഭാഗക്കാർക്കും OBC കാർക്കും ഇളവുണ്ട്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഇളവുണ്ട്. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് സ്കോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ DLED കോഴ്സ് കഴിഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾ DLED കോഴ്സ് എടുക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ KTET എന്നുള്ള എക്സാം കൂടി നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. എല്ലാ വർഷം 2 തവണ വിളിക്കുന്നതാണ്. അപ്പോൾ DLED കോഴ്സ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ KTET എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഡിപ്ലോമ കോഴ്സ് പൂർത്തീകരിച്ച് ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് കേരളത്തിൽ മാത്രം, ഇനി കേരളത്തിൻ്റെ പുറമേക്ക് നിങ്ങളൊരു DLED കോഴ്സ് കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് കേരളത്തിൽ തന്നെ ഒരു സർക്കാർ അല്ലെങ്കിൽ എയ്ഡ് തലത്തിൽ ടീച്ചറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുക. കൂടാതെ അതിൻ്റെ കൂടെ KTET ക്വാളിഫൈ ചെയ്യുക. കൂടാതെ ഏകദേശം 2028 ആ ഒരു കാലയളവിൽ വരുന്ന PSCക്ക് വേണ്ടി കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അങ്ങനെയുള്ള കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടുള്ള വിദ്യാർത്ഥികൾ മാത്രം ചൂസ് ചെയ്യുക. ഇനി അല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഹൈ ലെവലൊക്കെ, അതായത് പിന്നീട് നമ്മൾ ഫ്യൂച്ചറിലൊക്കെ പെട്ടെന്നൊന്നും ജോലി അല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ആ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിഗ്രി PG B.Ed എന്നുള്ള തന്നെ വരിക. ഇനി ITEP എന്ന് പറയുന്ന സെപ്പറേറ്റ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed എന്ന് വെച്ചാൽ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള, കണ്ണൂർ MG യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചിട്ടുള്ളത് 4 വർഷത്തെ ഡിഗ്രി എന്നുള്ളതിൽ ITEP B.Ed ഇല്ല. അത് നോർമലായിട്ട് ഡിഗ്രി മാത്രമാണ്. അപ്പോൾ ITEP നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വരും. അത് ഉടൻ തന്നെ ഈ അക്കാഡമിക് ഇയർ തന്നെ വരണം എന്നായിരുന്നു. പക്ഷെ അതൊന്നും പെട്ടെന്ന് വരാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ ITEP നമ്മുടെ കേരളത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് ടു കഴിഞ്ഞ് നേരെ 4 വർഷത്തെ ഡിഗ്രിയും B.Ed ലഭിക്കുന്ന ഈ ഒരു കോഴ്സിലോട്ടാണ് വരിക. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എന്തായാലും DLED ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സാധ്യതകൾ, അതേപോലെ കോഴ്സിൻ്റെ സാധ്യതകളൊക്കെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും DLEDുമായി ബന്ധപ്പെട്ടുള്ള മറ്റു എല്ലാ അപ്ഡേറ്റ്സുകളും അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞാൽ അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും DLED കോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഫൈനൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ സ്പോട്ട് തന്നെ വിദ്യാർത്ഥികളെ അറിയിക്കുമെന്ന് ഒരിക്കൽ കൂടി ഇൻഫോം ചെയ്തുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.